അപ്പോൾ എന്തായാലും നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന രസം വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു റെസിപ്പി ഇടണേന്ന്. അപ്പോൾ അതുപോലെ തന്നെ രസം വയ്ക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂണ് കുരുമുളകും അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും രസം വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്കും കറുത്ത പുളി തന്നെ എടുക്കണം. നമ്മൾ ചുമന്ന പുത്തൻ പുളി ഉണ്ടല്ലോ, അപ്പോൾ അത് എടുക്കുമ്പോഴത്തേക്കും അത് ചുമന്ന കളറായിട്ടേ ഇരിക്കത്തുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന കണക്ക് ആ രസത്തിൻ്റെ ഒരു കളർ കിട്ടുമോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ പഴയ പുളി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴംപുളിയൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ നല്ലതുപോലെ വെള്ളത്തിൽ കുതിർത്ത് അരിച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മസാലക്കൂട്ട് എത്രയാണോ നമ്മൾ ചേർക്കാനായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുനീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലതുപോലെ ചെറിയ ഒരു സ്പൂണ് കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാനിവിടെ പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വന്നതിന് ശേഷം നമുക്ക് അത്യാവശ്യം കുറച്ച് ദിവസം കൊണ്ട് ചക്ക കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ചക്ക ഇതുപോലെ കിട്ടിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ കുരുമുളക് നന്നായിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടി നമ്മളിട്ട് കൊടുക്കുന്നതിൽ നമ്മൾ നാടൻ കുരുമുളക് ഇതുപോലെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കുരുമുളക് എടുത്തെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് നമ്മൾ പലവ്യഞ്ജന കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 10-20 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് ചെറിയ ഒരു പാക്കറ്റിൽ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 10 രൂപയോ 20 രൂപയോ കൊടുക്കുമ്പോൾ 10 രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ വില. അത് 20 രൂപ കൊടുക്കുകയാണെങ്കിൽ 2 പാക്കറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിക്ക്, ചെറിയ ഉള്ളി, കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി, 2-3 വറ്റൽമുളകും പിന്നെ കുരുമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മുറ്റത്ത് ഇതുപോലെ വിറകടുപ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിറകടുപ്പിൽ വേവിക്കാനാണ് എന്നെക്കൊണ്ട് പറ്റുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിനകത്ത് ചെറിയൊരു അടുപ്പുണ്ട്. അപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുക പറ്റും അങ്ങനെ ഒന്നുമില്ല, കരി പറ്റത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, വെളിയിലാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല വിറകുകൾ നല്ല ഉണക്കല്ലേ, അപ്പോൾ വെയിലത്തു നിന്നൊക്കെ നല്ല വിറക് കിട്ടും. പിന്നെ ഇതുപോലെ നല്ല കണക്ക് കത്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. അതിൽ വെക്കുമ്പോഴത്തേക്കും നമ്മൾ മറ്റൊരു അടുപ്പിൽ വേവിച്ചതിന് ശേഷം ഇതിൽ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് പുകയടുപ്പിൽ വെച്ചപ്പോൾ അതിൻ്റെ ആ ഒരു വശം എനിക്ക് കിട്ടാത്തതിനെ കൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ എടുത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചെറിയ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വറ്റൽമുളക് ഒരു 3 വറ്റൽമുളകാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കടുക് വറുക്കുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിലുള്ള ചേരുവയും അതുപോലെ തന്നെ നമ്മളിതുപോലെ രസം വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിലുള്ള ചേരുവ മാത്രം മതി. നമ്മൾ പുറത്തുനിന്ന് ഇതുപോലെ രസം വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ മസാലക്കൂട്ട് പാക്കറ്റൊക്കെ മേടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ അതിലും നല്ലത് അതിൽ പല പൊടികളും അങ്ങനെയൊക്കെ ചേരുന്നതല്ലേ. അപ്പോൾ അതിലും നല്ലത് നമ്മളെ വീട്ടിലുള്ള ചേരുവ മാത്രം വെച്ചിട്ട് നമ്മളിതുപോലെ രസം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് രസം വെച്ചെടുക്കാനും അതുപോലെ തന്നെ അത് നമുക്ക് വെച്ചിരുന്ന് യൂസ് ചെയ്യാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ ചെറിയ ഒരു കട്ടക്കായ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം പൊടിക്കായ ഇടുന്നതിലും നല്ലത് രസം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കട്ടക്കായ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. പിന്നെ അതുപോലെ തന്നെ ഉണക്ക കുരുമുളക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇനി ഒരു ലേശം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത്തിരി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയും പിന്നെ ചെറിയ ഉള്ളി മാത്രമല്ല, ചെറിയ ഉള്ളി മൂത്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിക്ക് ഒത്തിരി ഒന്ന് വഴട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാറായിട്ടുണ്ട്. നല്ലതുപോലെ ആവിയൊക്കെ കയറി തക്കാളിയൊക്കെ വഴട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി, കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് വീഡിയോയിൽ കാണിക്കാം. അത് മാത്രമല്ല നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചക്കയും രസവും കൂടെ ഇതുപോലെ കാണിച്ചപ്പോഴത്തേക്ക് ആരാ ചോദിച്ചിട്ടുണ്ടായിരുന്നു രസം വയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടണേന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. പിന്നെ നാടൻ രീതിയിലുള്ള ചെറിയ നമ്മളെ വീട്ടിലുള്ള ചേരുവയൊക്കെ വെച്ചിട്ടുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോസ് ആയിരിക്കും എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.